പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ മനീഷ ചന്ദ്ര പിന്നെ കൊയിലാള ഉസ്താദ് വന്നാട്ടെ. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ദൈവമേ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ 1-2 വർഷമായി. അയ്യോ, ഇതുപോലെ ഈ ജോത്സ്യരത്തെ അടക്കി നിർത്തിക്കോണം. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ള ഒരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഇവിടെ. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങറിൽ നിന്ന് ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ കേട്ടാ. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ്. സ്ഥിരാണല്ലേ. സുഖദമാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. എനിക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ. എനിക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായിലേം തരുന്നുണ്ട്, കുടിച്ചോ. പോടി ഒന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഇട്ടാവും. എന്താ അണ്ണാക്കിൽ വല്ലതും പോയ? അണ്ണാക്കിലൊരു പ്രാണി ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? കൊഞ്ചല്ലടി കൊഞ്ചല്ലേ. എന്തിനാ ഇത്രയും തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കൂച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, നീ മാതിരി സ്റ്റാർട്ട് പറഞ്ഞോട്ടെ. നിന്റെ സാമാൻ അടിച്ചാൻ പൊളിക്കും. നാരായണ നാരായണ. കുറച്ച് കടമൊക്കെ വന്നോണ്ടാ. അനുമോൾക്ക് ഒരു 1,40,40,000 കൊടുക്കാണ്ട്. ഈശ്വര, എന്റെ കുണ്ടി ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അവൾക്കൊരു ഐഫോണെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സമ്മാനമായിട്ട്, ഗിഫ്റ്റ്. അത് ഞാൻ വാങ്ങിച്ചിട്ട് ഞാനിപ്പോ അവിടെ നിന്ന് കടമൊക്കെ വാങ്ങിക്കേണ്ടി വരും എന്നുള്ള ഒരു വിഷമം. തല കുനിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. പൈസ ചോദിക്കാത്ത അവൻ നീ അവനോട് ചോദിക്കി. എനിക്കിങ്ങനെ ഒരു 10 lakh rupees ആവശ്യം. നിർത്തടാ പുല്ലേ, അവന്റെ ഒടുക്കത്തൊരു പുട്ടുതീറ്റി. നിനക്ക് പുട്ടിൽ ആരെങ്കിലും കൈവിഷം തന്നോ? എന്ത് പറഞ്ഞാലും പൊട്ടുതാ തീറ്റി പണ്ടാരം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.